ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടി. ലൂക്കാസ് സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വചനത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടി. അതായത് അവൻ്റെ സന്നദ്ധിയിലേക്ക്, യേശു സന്നദ്ധിയിലേക്ക് വരുമ്പോൾ ഒരു വലിയ ആശ്വാസം, വലിയ സമാധാനം ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു. അതായത് അവൻ്റെ വചനം ശ്രവിക്കുമ്പോൾ സ്നേഹമുള്ളവരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ചുറ്റും ജനം തിങ്ങിക്കൂടുന്നത്. ഇതാ നിങ്ങൾ കൂടിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ ചുറ്റും ജനം തിങ്ങിക്കൂടിയിരുന്നു. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങൾ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതായത് യേശു വചനപ്രഘോഷണം നടത്തുമ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട അനേകരെ സുഖപ്പെടുത്തിയിരുന്നു. അതായത് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. അതുകൊണ്ടാണ് അവൻ്റെ ചുറ്റും ജനം തിങ്ങിക്കൂടുന്നത്. ചിലപ്പോഴെങ്കിലും അവന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത വിധത്തിൽ അവൻ തിരക്കായി പോയി. കാരണം എന്താ? ജനം അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും ഇതാര് തുടങ്ങി വെച്ചതാ? യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയാണിത്. വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയാണ്. മത്തായി 15:32. ഹല്ലേലൂയ. സ്ത്രീകളും കുട്ടികളും ഒഴികെ എത്ര പുരുഷന്മാരായിരുന്നു? 4000 പുരുഷന്മാർ. എത്ര ദിവസത്തെ ധ്യാനമായിരുന്നു? 3 ദിവസത്തെ. യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി ഇവർ എന്നോട് കൂടെയാണ്. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുന്നു, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. 3 ദിവസമായി ഇവർ എന്നോട് കൂടെയാണ്. അപ്പോൾ 3 ദിവസം യേശുവിനോട് ചേർന്നിരുന്നവരെ നോക്കി യേശു പറയുന്നു, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. അപ്പോൾ നമ്മൾ 4 ദിവസം ഇരിക്കുമ്പോൾ യേശുവിന് നമ്മോട് അനുകമ്പ തോന്നുമോ? കുറച്ചും കൂടെ തോന്നും അല്ലേ? 3 ദിവസം ഇരുന്നപ്പോൾ അനുകമ്പ, 4 ദിവസം ആകുമ്പോൾ കുറച്ചും കൂടെ തോന്നും. ഹല്ലേലൂയ. അപ്പോൾ തൻ്റെ കൂടെ ഇരിക്കുന്ന, തന്നോട് ചേർന്നിരിക്കുന്ന ജനത്തോട് അനുകമ്പ കാണിക്കുന്നവനാണ് ദൈവം. അന്നത്തെ യേശുവിൻ്റെ ആ 3 ദിവസത്തെ ധ്യാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഹല്ലേലൂയ. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാര്. സ്നേഹമുള്ളവരെ, അതായത് യേശുവിൻ്റെ കാലം മുതൽ തന്നെ ഈ കൺവെൻഷനുകളിൽ, ധ്യാനങ്ങളിൽ 1000-ങ്ങൾ 10000-ങ്ങൾ പങ്കെടുക്കുന്ന പതിവ് യേശുവിൻ്റെ കാലം മുതലുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിനേക്കാളും വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ കാലത്തുണ്ട്. അപ്പോൾ യേശു പറയുകയാണ്, ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. യേശുവിന് അനുകമ്പ തോന്നുന്നു. തന്നോട് ചേർന്നിരിക്കുന്നവരോട് യേശുവിന് അനുകമ്പയാണ്. അവിടെ യേശു പറയുകയാണ്, ഇവർക്ക് ഭക്ഷിക്കാൻ വല്ലതും കൊടുക്കണം, ഇല്ലെങ്കിൽ പോണ വഴിക്ക് തളർന്നു വീഴാൻ ഇടയുണ്ട്. ഇപ്പൊ വീണിട്ടില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യേശു പറയുന്നു, ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുത്തില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തളർന്നു വീഴാൻ സാധ്യതയുണ്ട്. അതായത് തന്നോട് ചേർന്നിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ആ അപകടങ്ങൾ പോലും യേശു തിരിച്ചറിയുകയാണ്. ഇപ്പോൾ തളർന്നു വീണിട്ടില്ല, പക്ഷെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാതെ പറഞ്ഞു വിട്ടാൽ ഒരുപക്ഷെ ഇവർ തളർന്നു വീഴാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഭക്ഷിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിശപ്പറിയുന്നവനാണ് ദൈവം. അപ്പോൾ നമ്മൾ യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ വിശപ്പ് ദൈവം അറിയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വിശപ്പ് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കില്ല, വേറെ ജോലിക്ക് വേണ്ടിയാവാം, വിശുദ്ധിക്ക് വേണ്ടിയാവാം, രോഗപീഠകൾ മാറാനാവാം, ദുശീലങ്ങൾ മാറാനാവാം. അപ്പം നമ്മുടെ വിശപ്പ് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ ചേർന്നിരിക്കുന്നവരുടെ വിശപ്പറിയുന്നവൻ നമ്മുടെ ജീവിതത്തിൻ്റെ വിശപ്പ് ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കും. ഒരുപക്ഷെ കുടുംബ സമാധാനം, ദാമ്പത്യ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ, അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ സ്നേഹമുള്ളവരെ നമുക്ക് വിശപ്പുണ്ടാവാം.
ആ മേഖലയെ ഈശോ ഏറ്റെടുത്ത് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ നമ്മൾ ഓർക്കുക, ഈ ധ്യാന ശുശ്രൂഷ തുടങ്ങി വെച്ചത് യേശുവാണ്. ഈ താമസിച്ചുള്ള ധ്യാനവും തുടങ്ങി വെച്ചത് ആരാണ്? യേശുവാണ്. അപ്പോൾ ഈ യേശു സന്നദ്ധിയിലേക്ക് വരുന്ന ഒരാളെ പോലും അവൻ ഉപേക്ഷിക്കില്ല. അവൻ ചേർത്ത് നിർത്തി അനുഗ്രഹിക്കും. നമ്മുടെ വിശപ്പറിഞ്ഞ്, നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവൻ നമ്മെ സഹായിക്കും. അപ്പോൾ ഈ 4 ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ വചനമുണ്ടാവണം. മത്തായി ശ്രീകാരുടെ സുവിശേഷം 15:32 നമ്മൾ മുമ്പ് പറഞ്ഞ വചനം, വായിച്ച വചനം. മത്തായി 15:32 യേശു പറയുകയാണ്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. ആ യേശുവിൻ്റെ അനുകമ്പ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ യേശുവിലേക്ക് ഉയർത്തിക്കുകയും യേശു പറഞ്ഞ വചനം ഒന്ന് മനസ്സിലോർത്തി, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. എൻ്റെ ഈശോയെ, എന്നോട് അനുകമ്പ തോന്നണമേ എന്ന് ഹൃദയത്തിൽ മനസ്സിൽ പ്രാർത്ഥിക്കുക. യേശു നമ്മോട് അനുകമ്പ, കരുണ കാണിക്കേണ്ട മേഖല ഏതൊക്കെയാണ്? നമ്മുടെ രോഗമേഖലകളിലേക്കാണോ? നമ്മുടെ കടബാധ്യതകളിലേക്കാണോ? നമ്മുടെ ജോലിയില്ലായ്മകളിലേക്കാണോ? നമ്മുടെ ദുശീലങ്ങളിലേക്കാണോ? യേശു കരുണ കാണിക്കേണ്ട മേഖല മനസ്സിലോർത്തേ, എൻ്റെ ഈശോയെ, ഈ മേഖലയിൽ എന്നോട് കരുണ കാണിക്കണമേ എന്നൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ. അതോടൊപ്പം ഈശോ പറയുന്ന, ഈ മനുഷ്യർക്ക്, ഈ ജനത്തിന് ഭക്ഷിക്കാൻ വല്ലതും കൊടുക്കണം. അതായത് അവരുടെ വിശപ്പ് ഈശോ അറിയുന്നു. നമ്മുടെ വിശപ്പ് ഈശോ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശപ്പ് എന്തിനു വേണ്ടിയാണ്? അതും മനസ്സിലോർക്കാം. അങ്ങനെ എല്ലാം തിരുസന്നതിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഉയർന്ന സ്വരത്തിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ.